അതിപ്പോ ചൊറി തുടങ്ങിയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കാലങ്ങളായതാണ്, കുറച്ച് പഴക്കമുള്ളതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു 10-17 വയസ്സിലൊക്കെ തുടങ്ങി എനിക്കാ ചൊറിച്ചിൽ. അന്നേ ഉണ്ട് എനിക്കാ ചൊറിച്ചിൽ. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നമ്മൾ തോട്ടിലോ അവിടെ ഇവിടെയൊക്കെ പോയി കുളിച്ചിട്ടേക്കും അല്ല തുമ്മേ ഏതും തട്ടി, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, അത് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴാണ് ഇതിങ്ങനെ, അന്നൊന്നും വിയർക്കുമ്പോഴൊന്നും പ്രശ്നമില്ലേന്, കുളിക്കുമ്പോൾ മാത്രമേ ഉള്ളേന്. പിന്നെ ഇപ്പോഴാണ് ഈ വിയർക്കുമ്പോൾ, ശരീരം വിയർക്കുമ്പോഴും പിന്നെ കൂടുതൽ വിയർപ്പാണ് എനിക്ക്, ഭയങ്കര വിയർപ്പാണ് ശരീരം. അപ്പോഴാ ചൊറിച്ചിൽ. പിന്നെ ഈ ചൂട് കാലത്തിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, ചൂട് കുരു പൊന്തുമല്ലോ, അതും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴൊക്കെയാണ് ഈ ചൊറിച്ചിൽ കൂടുതലായിട്ടുള്ളത്. ഈ അടുപ്പിൻ്റെ തീ തട്ടുക, തീയിൻ്റെ ചൂട്, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ചൊറിച്ചിൽ കൂടുതൽ. ഇപ്പം നല്ല ഈ 2 ദിവസം കൊണ്ട് അത് കുറച്ച് പഴക്കമുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് മരുന്ന് ഞാൻ കുടിച്ചതാണ്. ഹോമിയോ മരുന്ന് കുടിച്ച് നോക്കി, പിന്നെ അതേമാതിരി ഇംഗ്ലീഷ് മരുന്ന് കുറേ കുടിച്ച് നോക്കി. ഏത് കുടിച്ചിട്ടും എനിക്കൊരു ഫലം കിട്ടിയിട്ടില്ലേന്. ഞാൻ കൊണ്ടോട്ടി ഈ വൈദ്യരെ മരുന്ന് കുടിച്ചിട്ടാണ് എനിക്ക് ഈ ചൊറിച്ചിൽ മാറ്റുള്ളത്. ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് മരുന്ന്, പല സൈസ് മരുന്ന് കുടിച്ചിട്ട് എനിക്ക് ഈ ചൊറിച്ചിൽ മാറിയില്ല. 17 വയസ്സിൽ തുടങ്ങിയ ചൊറി, കുളിക്കാൻ, പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ കാലമായി. ഞാൻ 17 വയസ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് 45 വയസ്സായി. ഇത്രയും വർഷം ഞാൻ ഈ ചൊറി കൊണ്ട് നടക്കുകയായിരുന്നു. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, സോപ്പും തേക്കാൻ പറ്റില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ സോപ്പും തേക്കാം, പിന്നെ തേക്കുന്നതിന് പ്രശ്നമില്ല, ചൊറിച്ചിലൊന്നുമില്ല. അത് നല്ല ചൂടിൻ്റെ മേത്ത് വയ്ക്കണം. ഒരുവിധം പൊള്ളുന്ന ചൂടിൽ വെച്ചെങ്കിലേ അത് നിൽക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ഈ പ്രമേഹത്തിൻ്റെ മരുന്ന് കുടിക്കൽ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്.